ഹായ് ഓൾ, ആമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ പറുദീസ ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് കണ്ടോ, നല്ല വെന്ത് സോഫ്റ്റായ ചിക്കനായി കിട്ടിയിട്ടുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. കറിവേപ്പില, വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ആക്കി എടുത്തത് 1 ടേബിൾ സ്പൂൺ. തൈര് പുളിക്കനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. മന്തി മസാല 1 ടേബിൾ സ്പൂൺ. അടുത്തത് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 സ്പൂണാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. മക്കളൊക്കെ കഴിക്കാനുണ്ടായതുകൊണ്ട് എരിവ് കുറച്ച് മതി. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കാത്ത റൂം ടെമ്പറേച്ചറിലുള്ള മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മസാല മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും. വിനാഗിരി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം നാരങ്ങനീരും ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാല മിക്സ് ചെയ്യുമ്പോൾ മസാല നല്ല ടൈറ്റായി തോന്നുകയാണെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ചേർത്തെടുത്ത് മസാല ലൂസാക്കി നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കിയ ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തത്. മസാല ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് 2 സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുത്തു. ഫോർക്ക് ഉപയോഗിച്ച് കുത്തി പരിക്കൽപ്പിച്ച ചിക്കനെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. കത്തി കൊണ്ട് വരഞ്ഞെടുക്കുകയും ചെയ്യുക കേട്ടോ. ഞാൻ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയേക്കാണ്. ഇനി ഇത് 2-3 മണിക്കൂറോളം മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ വേവിച്ചെടുക്കണ്ടേ. അതിനായിട്ട് നമുക്ക് 1 തക്കാളി, 1 സവാള, 1 ക്യാപ്സിക്കം, മല്ലി, പുതിന കുറച്ച്, 2 പച്ചമുളക് എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. 5 ലിറ്ററിൻ്റെ ഒരു കുക്കറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കർ നന്നായി ചൂടായ ശേഷം സൺഫ്ലവർ ഓയിൽ 2 സ്പൂൺ ചേർത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ, ക്യാപ്സിക്കം, തക്കാളി, സവാള ഒക്കെ അല്ലേ, അതൊക്കെ കുക്കറിലോട്ട് ചേർത്ത് 1 മിനിറ്റ് നന്നായി വഴറ്റുക. പച്ചമണം ഒന്ന് മാറിയ ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനില്ലേ, അത് കുക്കറിലോട്ട് ചേർത്ത് താഴെ കുക്കറിലുള്ള ഉള്ളി, തക്കാളി, മസാലയൊക്കെ ചിക്കൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്ത് ചിക്കൻ മസാല തേച്ച് വെച്ച പാത്രത്തിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് പാത്രത്തിലുള്ള മസാലയൊക്കെ ചിക്കൻ്റെ മേലെ, ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ, ചിക്കൻ്റെ മേലെ ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കുക്കർ മൂടുക. ആ ലോ ഫ്ലെയിമിൽ കടന്ന് ഒറ്റ വിസിലാകുന്നത് വരെ ചിക്കന് വേവിക്കുക. വേവുന്ന സമയം കൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കും. ലോ ഫ്ലെയിമിൽ കടന്ന് ഒറ്റ വിസിലായപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ആ വെന്ത ചിക്കന് വേറൊരു പാനിലേക്ക് മാറ്റുക. കുക്കറിൽ ബാക്കി വന്ന ഗ്രേവിയൊക്കെ മാറ്റിയ പാനിലേക്ക് ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഒഴിച്ചെടുക്കുക. ഇനി അത് ലോ ഫ്ലെയിമിൽ കടന്ന് കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ടായി പേസ്റ്റാക്കി വെച്ച കാഷ്യൂ നട്ട് ചേർത്ത ശേഷം ഗ്രേവിയും അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് ചിക്കനുള്ള ഗ്രേവി കുറുക്കിയെടുക്കുക. ചിക്കനുള്ള ഗ്രേവി നന്നായി കുറുകി വരണം, എന്നാൽ കുറേ ലൂസാവാനും പാടില്ല. കുറഞ്ഞ ഗ്രേവിയിലാണ് ചിക്കന് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പറുദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.